السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായ പരിശ്രമം നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു സജ്ദയിലെ 14-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്. സൂറത്തു സജ്ദയുടെ 2 ക്ലാസ്സുകൾ ഇതോടുകൂടി അവസാനിച്ചു. ഇനി 2 ക്ലാസ്സുകളാണ് ബാക്കിയുള്ളത്. ആദ്യം നമുക്കൊന്ന് പാരായണം ചെയ്ത് തുടങ്ങാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فذوقوا بما نسيتم لقاء يومكم هذا إنا نسيناكم وذوقوا عذاب الخلد بما كنتم تعملون. فذوقوا بما نسيتم لقاء يومكم هذا إنا نسيناكم وذوقوا عذاب الخلد بما كنتم تعملون. കഴിഞ്ഞ ആയത്തുകളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അവിശ്വാസികൾ പരലോകത്തെ നിഷേധിക്കുകയും അല്ലാഹു അവരുടെ മരണത്തെ പിടികൂടുകയും എന്നിട്ട് അവരെന്ത് ചെയ്യും, അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങുന്ന അവസ്ഥയുണ്ടാകും. അവർ ഖിയാമത്ത് നാൾ പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരുടെ തല താഴ്ത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യാം, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് വരികയെന്ന്. എന്നിട്ട് അള്ളാഹു പറയാണ്, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അള്ളാഹു എല്ലാ ആളുകൾക്കും ഹിദായത്ത് നൽകും. പക്ഷെ ജീവിതം പരീക്ഷണമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അതിലെന്ത് ചെയ്യണം, ഓരോ ആൾക്കാരും സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറുകയും അത്തരത്തിലുള്ള ആളുകൾക്ക് അള്ളാഹു വിജയം നൽകുകയും എന്നാൽ തിന്മയിൽ മുഴുകുന്ന ആളുകൾക്ക് അള്ളാഹു എന്ത് ചെയ്യും, ശിക്ഷ, നരകം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. എന്നിട്ട് അള്ളാഹു അവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് പറയാണ്. അവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് അള്ളാഹു പറയാണ്, ഫദൂഖൂ ബിമാ നസീതും. അപ്പോൾ ദൂഖു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൗക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രുചി നോക്കുന്നതിനാണ് എന്തെന്ന് പറയാം, ദൗക്ക് എന്ന് പറയാം, ടു ടേസ്റ്റ് ആണ്. അപ്പോൾ ഫദൂഖു, നിങ്ങൾ എന്ത് ചെയ്യാം, ആസ്വദിച്ചു കൊള്ളുക, നിങ്ങൾ രുചിച്ചു കൊള്ളുക. എന്ത് കാരണത്താൽ, അവിടെ ബി സബബിയാണ്, കാരണത്താൽ. ബിമാ നസീതും, നിങ്ങൾ മറന്നത് കാരണത്താൽ. എന്താണ് അവർ മറന്നത്? ലിഖാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുമുട്ടൽ. ലിഖാ യൗമിക്കും ഹാദാ. അപ്പോൾ ഖിയാമത്ത് നാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരോട് പറയും, നിങ്ങൾ എന്ത് ചെയ്യുക, ആസ്വദിച്ചു കൊള്ളുക, നിങ്ങൾ രുചിച്ചു കൊള്ളുക. എന്ത് കാരണത്താൽ? നിങ്ങൾ മറന്നത് കാരണത്താൽ. എന്താണ് അവർ മറന്നത്? അള്ളാഹുവിനെ കണ്ടുമുട്ടും, അള്ളാഹുവിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും, സൽക്കർമ്മങ്ങളിൽ നിരതരായ ആളുകൾക്ക് പ്രതിഫലം ലഭിക്കും. അപ്പോൾ ആ ഒരു ദിവസത്തെ എന്ത് ചെയ്തു, അവർ മറന്നു. അങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമെന്നതിനെ മറന്നു. അപ്പോൾ അള്ളാഹു അവരോട് പറയാം, നിങ്ങൾ എന്ത് ചെയ്തു, ആസ്വദിച്ചു കൊള്ളുക, ശിക്ഷ നിങ്ങൾ രുചിച്ചു കൊള്ളുക. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇന്നാ നസീനാക്കും, നിങ്ങൾ അള്ളാഹുവിനെ മറന്നു, അള്ളാഹു എന്ത് ചെയ്തു, നിങ്ങളെയും മറന്നു. എന്നിട്ട് വീണ്ടും പറയാം, വദൂഖു, നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യാം, ആസ്വദിക്കുക. അദാബൽ ഖുൽദ്, അദാബ് ശിക്ഷ. ഖുൽദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ എപ്പോഴുമുള്ള ശിക്ഷ. അതിലെന്തുണ്ടാവില്ല, ഒരു ശിക്ഷ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. സ്ഥിരമായ ശിക്ഷ നിങ്ങൾ എന്ത് ചെയ്യാം, ആസ്വദിച്ചു കൊള്ളുക. എന്ത് കാരണത്താൽ? ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ബലമായിക്കൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ആയത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഫദൂഖൂ ബിമാ നസീതും ലിഖാഅ യൗമിക്കും ഹാദാ, ഇന്നേ ദിവസം, ഈ ഒരു ദിവസത്തെ നിങ്ങൾ മറന്നത് കാരണത്താൽ നിങ്ങൾ രുചിച്ചു കൊള്ളുക, ആസ്വദിച്ചു കൊള്ളുക. അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ആഖിറത്താണ്. അവരെന്ത് ചെയ്തു, ആഖിറത്തിനെ മറന്നുകൊണ്ട് ദുനിയാവ് മാത്രമാണ് ജീവിതം എന്നായിരുന്നു അവർ ധരിച്ചു വെച്ചിരുന്നത്. അപ്പോൾ ആഖിറത്തിനെ മറന്നുകൊണ്ട് ജീവിച്ചതാണ് എന്ത് പറ്റിയത്, അവർക്ക് അമളി പറ്റിയത്, അവർക്ക് പ്രശ്നമുണ്ടാക്കിയത്.
ആഖിറത്തിനെ മറന്നുകൊണ്ട് ജീവിച്ചു. സ്വാഭാവികമായിട്ടും അവിടുത്തെ ഇപ്പം എന്ത് ചെയ്തു, എല്ലാം കാണുന്ന ഒരവസ്ഥ ഉണ്ടായി. അള്ളാഹു അവരെ മോശമാക്കുക എന്ന രൂപത്തിലാണ് എന്ത് പറയുന്നത്, നിങ്ങൾ ആസ്വദിച്ചോ, നിങ്ങൾ എന്ത് ചെയ്തോ, ശിക്ഷ ആസ്വദിച്ചോ. ഈ ആസ്വാദനം എന്താണ്? നല്ല കാര്യങ്ങളല്ലേ ആസ്വദിക്കുക, മോശമായ കാര്യങ്ങൾ ആസ്വദിക്കലല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മറിച്ച് അത് നമ്മൾക്കൊരു ദുരന്തമാണ്. പക്ഷെ ഇവിടെ അള്ളാഹു ആസ്വദിക്കുക എന്നുള്ള പ്രയോഗം പറയാൻ കാരണം അവരെ മോശമാക്കിയതാണ്. ദുനിയാവിൽ എന്ത് ചെയ്തു, നിങ്ങൾ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ആഖിറത്തിൽ എന്ത് ചെയ്തു, നിങ്ങളത് കാരണത്താൽ നിങ്ങൾ ആസ്വദിച്ചോ എന്ന് അള്ളാഹു പറയാം. വേറെ ചില ആയത്തിലും ഇതേ പ്രയോഗം അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ട്. സൂറത്തുൻ നഹ്ലിലെ 112 ആയത്ത്, അള്ളാഹു അവരെ ജൂഇന്റെ വിശപ്പിന്റെ വസ്ത്രം അണിയിച്ചു എന്നാണ്. വിശപ്പിന്റെ വസ്ത്രം കൊണ്ട് എന്ത് ചെയ്തു, അള്ളാഹു അവരെ അത് അണിയിക്കുകയും അത് രുചിപ്പിക്കുകയും ചെയ്തു. വൽ ഖൗഫ്, ഭയത്തിൻ്റെയും. കാരണം എന്താ, ബിമാ കാനു യസ്നഊൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ, ചെയ്തു വെച്ചതിൻ്റെ ഫലമായിക്കൊണ്ട്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇന്നാ നസീനാക്കും, നാം എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നാ നാം, നസീന മറന്നിട്ടുണ്ട്, കും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നാമും മറന്നിട്ടുണ്ട്. അപ്പം അള്ളാഹു മറക്കുമോ? പിന്നെന്താ ഇവിടെ മറന്നു എന്ന് പറയാൻ കാരണം? അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു അവരെ കുറിച്ച് മറന്നുപോയി എന്നല്ല, അവരെന്ത് ചെയ്തു, അള്ളാഹു ഒഴിവാക്കിയെന്നാണ്. അവരല്ലാഹു ഗൗനിച്ചിട്ടില്ല. കാരണം ദുനിയാവിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയെ ഗൗനിക്കാത്ത ആൾക്കാരാണ് ആര്? ഈ അവിശ്വാസികൾ. പിന്നെ അള്ളാഹു ആഖിറത്തിൽ എന്തിനവരെ ഗൗനിക്കണം? അള്ളാഹ് എന്ത് ചെയ്തു, അവരുടെ കാര്യം ഒഴിവാക്കി വിട്ടു എന്നാണ്. അപ്പം അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ആ രൂപത്തിൽ അള്ളാഹു പ്രയോഗിച്ചത്, ഇന്ന നസീനാക്കും. നമ്മൾ മറന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവില്ല, നമുക്ക് പിന്നെ അയാൾ ഓർമ്മ ഉണ്ടാവില്ല, അദ്ദേഹത്തെ നമ്മൾ എന്ത് ചെയ്യും, ജീവിതത്തിൽ നിന്ന് പാടെ മാറ്റി വെക്കുന്ന. അപ്പോൾ മറന്നു കഴിഞ്ഞാൽ എന്താണോ ഉണ്ടാകുന്നത് അതാണ് അള്ളാഹു ചെയ്തത്. അള്ളാഹ്ക്ക് മറവി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്തില്ല, അള്ളാഹ്ക്ക് മറവി ഒരിക്കലും ഉണ്ടാവുകയില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന തത്വം, അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. എന്താണോ ഒരുത്തൻ ചെയ്തു വെച്ചത് അതിനനുസരിച്ചിട്ടാണ് എന്ത്, പ്രതിഫലം. ദുനിയാവിൽ അള്ളാഹുവിനെ മറന്നു, ആഖിറത്തിൽ അള്ളാഹ് എന്ത് ചെയ്തു, അവരെയും മറന്നു. ദുനിയാവിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ പേടിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് എന്ത് ചെയ്യും, അവരെ ഒരിക്കലും മറക്കൂല. ആഖിറത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവർ അള്ളാഹു ഗൗനിക്കും. എന്നിട്ട് അവിടെ ഇന്നാ സനുആമിലുക്കും മുആമലത്തൻ നാസി, സൂറത്തുൽ ജാസിയയിൽ ഇതേ ആയത്ത്, ഇതിന് സമാനമായ ആയത്ത് വരുന്നുണ്ട്. അൽ യൗമ നൻസാക്കും കമാ നസീതും ലിഖാഅ യൗമിക്കും ഹാദാ, ഇന്നേ ദിവസം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ മറന്നിട്ടുണ്ട്. കാരണം എന്താ, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിനെയും മറന്നത് കാരണത്താൽ. എന്നിട്ട് അള്ളാഹു പറയാണ്, വദൂഖു അദാബൽ ഖുൽദ്. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, ആയത്തിന്റെ ആദ്യ ഭാഗത്തിൽ അള്ളാഹു പറഞ്ഞു എന്ത്, ഫദൂഖു, നിങ്ങൾ ആസ്വദിക്കാം. വീണ്ടും അള്ളാഹു പറയണത് വദൂഖു. അപ്പോൾ ശരിക്കും ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, വീണ്ടും വീണ്ടും പറയുന്നതിന് വേണ്ടിയിട്ടാണ്, മോശമാക്കാനാണ്, അവരുടെ അവസ്ഥയെ മോശമായി ചിത്രീകരിക്കാനാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും ആസ്വദിക്കണം. എന്താണത്, അദാബൽ ഖുൽദ്, എന്നെന്നുമുള്ള ശിക്ഷയാണ്. അപ്പം ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്, മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്നതും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് പറഞ്ഞു എങ്ങനെയുള്ള ശിക്ഷ, ഖുൽദാണ് ശിക്ഷയുടെ അവസ്ഥ എന്നാണ്. നമുക്കൊക്കെ ഉള്ളൊരു സമാധാനം എന്താ, ശിക്ഷ കിട്ടിക്കഴിഞ്ഞു തന്നെ വിചാരിക്കുക, എന്തെങ്കിലും പണിഷ്മെൻ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്കുള്ളൊരു സമാധാനമാണ് എന്ത്, കുറച്ചൊരു സമയത്തൊക്കെ ഉണ്ടാവുള്ളൂ, ഒരാഴ്ച, അതല്ലെങ്കിൽ ഒരു ദിവസം, അല്ലെങ്കിൽ 2 ദിവസം. പക്ഷെ ഇവിടെ അദാബുൽ ഖുൽദ് എന്ന് പറയുന്നതോടുകൂടി എന്ത് ചെയ്തു, അവരുടെ സമാധാനം നഷ്ടപ്പെട്ടു. എന്നൊന്നും എന്താണ്, ശിക്ഷയാണെന്ന. ആ ഒരു സമാധാനവും ഒരു ഇളവും, ഒരു ചെറിയ നേരിയ സമയത്തിന് അള്ളാഹു ഇളവ് കൊടുക്കുമോ? ഇല്ല, ഒരു ഇളവുണ്ടാവില്ല. ശിക്ഷക്ക് ഒരാൾ അർഹമായി കഴിഞ്ഞാൽ അതിൽ നിന്ന് യാതൊരു രക്ഷയുമില്ല എന്നാണ്. അതാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ പ്രത്യേകത. അള്ളാഹു ഗാലിബുൻ അലാ അംരിഹി, അള്ളാഹു അവൻ ഉദ്ദേശിച്ച കാര്യം എന്ത് ചെയ്യും, അത് അള്ളാഹു നടപ്പിലാക്കുക തന്നെ ചെയ്യും. എന്നിട്ട് കാരണം പറയാം, ഈ ശിക്ഷക്കൊക്കെ അവർ കാരണമായി തീർന്നത് എന്തുകൊണ്ട്, ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ കാരണത്താലാണ്. അതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം, അള്ളാഹു ഒരാളെയും എന്ത് ചെയ്യൂല, അനാവശ്യമായി വെറുതെ അള്ളാഹ് ശിക്ഷിക്കൂല. അള്ളാഹ് അങ്ങേയറ്റം നീതിമാനാണ്. അള്ളാഹു നീതിയിൽ അധിഷ്ഠിതമായിട്ടാണ് എന്ത് ചെയ്യുക, അള്ളാഹു കാര്യങ്ങൾ വിധിക്കുക. അതാണ് അള്ളാഹു നീതിമാനാണ് എന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സൃഷ്ടികളോട് നിങ്ങൾ എന്ത് ചെയ്യണം, നീതി പാലിക്കണം. യഅ്ദിലൂ, നിങ്ങൾ നീതി പാലിക്കുന്നവരാകണം. അപ്പം നമ്മൾ ചെയ്തു വെച്ചതിൻ്റെ കാരണത്താലാണ് നമുക്ക് എന്ത് ചെയ്യുക, ശിക്ഷ കിട്ടുക. നമ്മൾ ഏത് രൂപത്തിലാണോ ജീവിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് ശിക്ഷ ഉണ്ടാകും. അതല്ലാതെ ഒരാളെ വെറുതെ അള്ളാഹ് ശിക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. സൂറത്തു നബയിലെ 24 മുതൽ
30 വരെയുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അവർക്ക് ലഭിക്കുന്ന ശിക്ഷയുടെ അവസ്ഥ. ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബ, അവർക്ക് കുടിക്കാനോ ഒരു തണുപ്പുള്ളതൊന്നും ഉണ്ടാവില്ല. ഇല്ലാ ഹമീമൻ വഗസ്സാഖ ജസാഅൻ വിഫാഖ ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ വകദ്ദബൂ ബിആയാതിനാ കിദ്ദാബ വകുല്ല ഷൈഇൻ അഹ്സൈനാഹു കിതാബ ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബ. നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ശിക്ഷയല്ലാത്ത ഒന്നും ചെയ്യൂല, വർദ്ധിച്ചു കിട്ടൂല എന്നാണ്. വർദ്ധിച്ചു കിട്ടുകയാണെങ്കിൽ എന്താ കിട്ടുക? ശിക്ഷയാണ്. അല്ലാതെ പ്രതിഫലം ഒന്നും ചെയ്യൂല, അവർക്ക് കിട്ടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയുന്നത്, അപ്പം ഇതുവരെ പറഞ്ഞത് അവിശ്വാസികളെ കുറിച്ചാണ്, ഇതുവരെ പറഞ്ഞു വെച്ചത് അവിശ്വാസികളെ കുറിച്ച്. ഇനി വരുന്ന 15-ാമത്തെ ആയത്തിൽ പറയുന്നത് വിശ്വാസികളെ കുറിച്ചാണ്. വിശ്വാസികളുടെ പ്രത്യേകത എന്താണ്, അവരുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യമാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആന്റെ ശൈലിയാണത്. ഒരിടത്ത് ശിക്ഷയെക്കുറിച്ച് പറഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ അള്ളാഹു പറയാ അനുഗ്രഹങ്ങളെ കുറിച്ചായിരിക്കും. മുഅ്മിനങ്ങളെ കുറിച്ചാണ് ഒരിടത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശേഷം എന്ത് ചെയ്യും, അവിശ്വാസികളെ കുറിച്ച് വിശദീകരിക്കും. അപ്പോൾ ഇവിടെ അവിശ്വാസികൾക്ക് ലഭിക്കുന്ന ശിക്ഷ ലഭിക്കാനുള്ള കാരണം എന്താണ്, അവർ ചെയ്തു വെച്ചതൊക്കെ പറഞ്ഞു. ഇനി മുഅ്മിനീങ്ങളുടെ സവിശേഷമായ ഗുണത്തെക്കുറിച്ചാണ് പറയുന്നത്. إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون. ഇന്നമ തീർച്ചയായും മാത്രമാണ്. ഇന്നമ എന്ന് പറഞ്ഞാൽ എന്താ? തീർച്ചയായും മാത്രമാണ്. യുഅ്മിനു വിശ്വസിക്കുന്നു, ബി ആയാത്തിന നമ്മുടെ ആയത്തുകളിൽ, നമ്മുടെ വചനങ്ങളിൽ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ എന്ത് ചെയ്യുന്നു? അവർ വിശ്വസിക്കുന്നു. അല്ലദീന എങ്ങനെയുള്ള ദൃഷ്ടാന്തമാണത്? ഇദാ ദുക്കിറു ബിഹ, ഇദാ ആയാൽ, ദുക്കിറു ഉത്ബോധിപ്പിക്കപ്പെട്ടാൽ, ബിഹ ആ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട്. അപ്പം അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, അത് കേൾക്കുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഖർറു അവരെന്ത് ചെയ്യും? വീഴും. എങ്ങനെ? സുജ്ജദൻ സുജൂദിലാകും അവർ. വസബ്ബഹു എന്നിട്ട് അള്ളാഹുവിനെ എന്ത് ചെയ്യും? പ്രകീർത്തിക്കും. അള്ളാഹുവിനെ പ്രകീർത്തിക്കും. ബിഹംദി റബ്ബിഹിം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് എന്ത് ചെയ്യും? അവർ പ്രകീർത്തിക്കും. വഹും ലാ യസ്തക്ബിറൂൻ അവരെന്ത് ചെയ്യൂല? ഇസ്തക്ബറ യസ്തക്ബിറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിബർ കാണിക്കൂല, അവർ അഹങ്കാരം കാണിക്കുന്നവരല്ല. ഇവിടെ ഇപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ഇന്നമാ യുഅ്മിനു ബി ആയാത്തിന, അവരെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ആയത്തിൽ, അള്ളാഹു പറയാണ് നമ്മുടെ ആയത്തിൽ അവർ വിശ്വസിക്കുന്നു. അപ്പോൾ വിശ്വാസമാണെന്ത് ആദ്യം ഉണ്ടാകേണ്ടത്. ഇന്നമാ യുഅ്മിനു ബി എന്നാണ് വന്നിട്ടുള്ളത്. യുഅ്മിനു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യപ്പെടുത്തുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതിനെയാണ് യുഅ്മിനു ബി എന്ന് പ്രയോഗിക്കുക. അപ്പോൾ ഖുർആനിൽ യുഅ്മിനു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യപ്പെടുത്തലുണ്ട്, അംഗീകരിക്കലും ഉണ്ട്. ഇന്നമ തീർച്ചയായും മാത്രമാണ്, യുഅ്മിനു അവർ വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു, ബി ആയാത്തിന നമ്മുടെ ആയത്തുകളിൽ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ. അവിടെ യുഅ്മിനു എന്ന പ്രയോഗം അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ളത് മുളാരിയിലാണ്, അതായത് കഴിഞ്ഞു പോയ കാലത്തല്ല, മറിച്ച് ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്? അവർ വിശ്വസിക്കുന്നുണ്ട് എന്ന പ്രയോഗമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈമാൻ എന്ത് ചെയ്യും? ഈമാന് പുതുക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോഴും വളരെ കൃത്യമായിട്ട് വിശ്വസിച്ച് പോരുന്നുണ്ട്. എന്നിട്ട് അവരെക്കുറിച്ച് പറയാം, അതായത് അവർ ആയത്തുകളിൽ വിശ്വസിക്കുന്നു. അള്ളാഹുവിൻ്റെ ആയത്ത് എങ്ങനെയുള്ളതാണ്? അല്ലദീന ഇദാ ദുക്കിറു, അവർക്ക് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഉത്ബോധിപ്പിക്കപ്പെട്ടാൽ, അല്ലദീന യാതൊരു കൂട്ടർ, ഇദാ ദുക്കിറു ഉത്ബോധിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഖുർആൻ്റെ ആയത്ത് കേട്ട് കഴിഞ്ഞാൽ എന്നാണ്, ഖുർആൻ്റെ ആയത്തുകൾ കേട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അത് അംഗീകരിക്കും, അത് സ്വീകരിക്കും, അത് കേൾക്കുന്ന അവസ്ഥ ഉണ്ടാകും. അതല്ലാതെ അവിശ്വാസികൾ എന്താ ചെയ്തത്? ആയത്തുകൾ കേട്ടപ്പോൾ അവര് ചെവി എന്ത് ചെയ്തു? ചെവി അടച്ചു വെക്കുകയാണ് ചെയ്തത്. കേട്ടിട്ടില്ല, അതിലേക്ക് യാതൊരു ശ്രദ്ധയും അവർ കൊടുത്തിട്ടില്ല. എന്നാൽ മുഅ്മിനീങ്ങൾ എന്തല്ല, അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. അവർ ഉത്ബോധിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഖർറു സുജ്ജദൻ, അവർ വിനയാനിതരായിട്ട് അള്ളാഹുവിന് എന്ത് ചെയ്യും?
സുജൂദ് ചെയ്യും. വിനയാനിതരായിക്കൊണ്ട് അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഖറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുജൂദ് ചെയ്യുക, അതായത് ഭൂമിയിലേക്ക് വീഴുന്നതിനാണ് എന്തെന്ന് പറയാം? ഖറ എന്ന് പറയാം അറബിയിൽ, ഭൂമിയിലേക്ക് വീഴുക. അപ്പോൾ ഇവിടെ ഖുർആനിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഖറ എന്നതിൻ്റെ കൂടെ സുജ്ജദ് എന്നാണ് എന്ത് ചെയ്യാറുള്ളത്? സാധാരണ പ്രയോഗിക്കാറുള്ളത്. സുജൂദാണ് ഖറ എന്നതിന് ശേഷം വരാറുള്ളത്. 2 സ്ഥലത്ത് മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ? വ്യത്യസ്ത രൂപത്തിൽ വന്നിട്ടുള്ളൂ. ഒരിടത്ത് റുക്കൂഉമായി ബന്ധപ്പെടുത്തിയിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ ഖറ എന്ന പ്രയോഗം പ്രയോഗിച്ചിട്ടുണ്ട്. സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്ത് വഖറ റാക്കിഅൻ, വഖറ റാക്കിഅൻ. മറ്റൊന്ന് സൂറത്തുൽ ഇസ്രായിലെ 109-ാമത്തെ ആയത്ത് വയഖിറൂന ലിൽ അദ്ഖാനി യബ്കൂന വയസീദുഹും ഖുശൂഅ. അപ്പോൾ ഇതല്ലാത്ത എല്ലാ സ്ഥലത്തും ഖറ വീഴുക എന്നുള്ളത് സുജൂദുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്യും? അള്ളാഹുവിന് വിനയാനിതരായിക്കൊണ്ട് സുജൂദുകൾ അർപ്പിക്കും. അപ്പോൾ ആദ്യം പറഞ്ഞത് സുജൂദാണ്. കാരണം നിസ്കാരത്തിൽ സുജൂദിന് എന്തുണ്ട്? ഒരു പ്രത്യേകതയുണ്ട്. ഒരു അടിമ ഏറ്റവും കൂടുതൽ താഴ്ന്നു നിൽക്കുന്ന ഒരവസ്ഥയാണ് എന്തുള്ളത്? നിസ്കാരത്തിലെ സുജൂദിലുള്ളത്. കാരണം എല്ലാ അവയവങ്ങളും എന്ത് ചെയ്യാണ്? ഒരാളുടെ മുമ്പിൽ നമ്മൾ കുനിഞ്ഞ് ആ രൂപത്തിലാണ് നിലകൊള്ളുന്നത്. ഒരു സൃഷ്ടിയുടെ മുമ്പിൽ അങ്ങനെ ആർക്കെങ്കിലും നിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അത്രയും ഒരടിമ വിനയപ്പെടുന്ന അവസ്ഥ ഏതിലുണ്ട്? സുജൂദിലുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കൈകാലുകളൊക്കെ എന്ത് ചെയ്യുന്നു? ഭൂമിയിൽ പതിപ്പിക്കുന്നു. നമ്മുടെ നെറ്റി ഭൂമിയിൽ പതിയുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ അവിടെ അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയാണ് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിനെ കുറിച്ച് പറയുന്നത് അഖ്റബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ. നിസ്കാരത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അടുക്കുന്നത് എപ്പോഴാണ്? സുജൂദിൻ്റെ സന്ദർഭത്തിലാണെന്നാണ്. അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിൻ്റെ സന്ദർഭത്തിൽ. അപ്പം ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യണം? ഫഅക്സിറൂ മിനദ്ദുആ, നിങ്ങൾ എന്ത് വർദ്ധിപ്പിക്കണം? ദുആ വർദ്ധിപ്പിക്കണം എന്നാണ്. സുജൂദിലാണ് എന്ത് ചെയ്യേണ്ടത്? ദുആ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട ഒരു സ്ഥലം. കാരണം അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിലാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് എന്ത് കിട്ടും? ഉത്തരം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സുജൂദിൻ്റെ സമയത്തും നമ്മൾ പ്രാർത്ഥിക്കണം. പല ആളുകളും സാധാരണ നിസ്കാരം കഴിഞ്ഞാൽ അല്ലാത്ത ഒഴിവ് സമയത്തൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന പ്രവണത അതും കൂടി എന്ത് ചെയ്യണം? നമുക്കുണ്ടാകണം. നല്ല ദീർഘമായ സുജൂദിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യണം? സുജൂദിൽ പ്രാർത്ഥിക്കണം കുറേ സമയം. ഒന്നാമത്തേത് സുജൂദിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് കുറച്ചൊക്കെ പ്രയാസമാണ്. മറ്റേ രൂപത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സുഗന്ധം ഉണ്ടാവില്ല, സുജൂദ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാവില്ല. അതിന് നല്ലൊരു ജുഹൂദ്, പരിശ്രമം എന്ത് ചെയ്യണം? നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. അപ്പം അങ്ങനെ സുജൂദിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രവണത നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ പറഞ്ഞു വെക്കുന്നത്, നിങ്ങൾ സുജൂദിൽ പ്രാർത്ഥന വർദ്ധിപ്പിക്കുക. അപ്പോൾ ഒന്നാമത്തെ സവിശേഷ ഗുണം അതാണ്. ഒന്ന്, അവർ വിശ്വാസികളാണ്. രണ്ടാമത്തേത്, ആയത്തുകൾ കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ വിനയാനിതരായിക്കൊണ്ട് സുജൂദ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. ആയത്തുകൾ കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിൽ ഉൾക്കൊള്ളാനുള്ള ഒരു സ്വഭാവം ഉണ്ടാകുന്നത് വിശ്വാസികൾക്കാണ്. ആയത്ത് കേട്ടു, എന്നാൽ ആ കേട്ടതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റൽ ആർക്കാണ്? വിശ്വാസികൾക്കാണ് എന്നാണ്. അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യൂല? ആയത്തിങ്ങനെ കേട്ടുപോകും, പക്ഷെ ആ കേട്ടതിൽ എന്തുണ്ടാവില്ല? ഒരു സ്വാധീനം ഉണ്ടാവുകയില്ല. അപ്പം മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, യഥാർത്ഥ മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ആയത്തുകൾ കേട്ട് കഴിഞ്ഞാൽ ആയത്ത് അവൻ്റെ മനസ്സിൽ എന്ത് ചെയ്യും? തങ്ങി നിൽക്കും. ആയത്ത് മനസ്സ് തങ്ങി നിൽക്കും. ആ ആയത്ത് ചിലപ്പോൾ അവൻ്റെ ജീവിതത്തിൽ തന്നെ എന്ത് ചെയ്യും? മാറ്റിമറിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകും. അപ്പം അങ്ങനെ എന്ത് ചെയ്യണം? നമുക്ക് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് ആയത്താണ് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റണം? ആ ആയത്തുകൾ നമുക്ക് പറയാൻ പറ്റണം. ഒരുപാട് സ്വഹാബാക്കളും അവരുടെ ചരിത്രമൊക്കെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. ചില ആയത്തുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവരെ വല്ലാത്തൊരു സ്വാധീനം അവർക്ക് ചില ആയത്തുകൾ നൽകിയിട്ടുണ്ട് എന്നാണ്. എന്നിട്ട് പറയുന്നത് വസബ്ബഹു, അവരെന്ത് ചെയ്യുന്നു? അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു, തസ്ബീഹ് ചൊല്ലുന്നു. എന്തിനോടൊപ്പം? ബിഹംദി റബ്ബിഹിം, അള്ളാഹുവിനെ അവരുടെ റബ്ബിനെ പുകഴ്ത്തുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു? പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തസ്ബീഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ മുശ്രിക്കീങ്ങളും മറ്റുമൊക്കെ മോശമായി ചിത്രീകരിക്കും. അള്ളാഹുവിനില്ലാത്തതൊക്കെ കെട്ടിച്ചമച്ച് പറയും. അപ്പോൾ അതിൽ നിന്നൊക്കെ അള്ളാഹുവിനെ എന്താക്കലാണ്? പ്രകീർത്തിക്കലാണ്. അതിൽ നിന്നൊക്കെ അള്ളാഹു പരിശുദ്ധനാണ് എന്ന് പറയലാണ് തസ്ബീഹ്. ഹംദ് എന്ന് പറഞ്ഞാലോ, അള്ളാഹു പൂർണ്ണമായ വിശേഷണങ്ങളുള്ളവനാണ്. അള്ളാഹു എല്ലാം കേൾക്കുന്നു, എല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു എന്നിങ്ങനെയുള്ള പൂർണ്ണമായ വിശേഷണമുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കണം. അപ്പോൾ പ്രകീർത്തിക്കലും ഉണ്ടാകണം,
സ്തുതിക്കലും ഉണ്ടാകണം. അതോടൊപ്പം തന്നെ വിശ്വാസികളായ ആളുകളുടെ, ഈമാനുള്ള ആളുകളുടെ മറ്റൊരു സവിശേഷമായ ഗുണമാണ് വഹും ലാ യസ്തക്ബിറൂൻ, അവരെന്ത് ചെയ്യൂല, കിബർ ഉണ്ടാവുകയില്ല. അപ്പോൾ കിബർ എന്നത് വളരെ വലിയ മനസ്സിന് ബാധിക്കുന്ന രോഗമാണ്. കിബർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് നന്മകൾ എന്ത് ചെയ്യും, നഷ്ടപ്പെടും. ഒരുപാട് നന്മകൾ നഷ്ടപ്പെടുന്നു മാത്രമല്ല, അണുമണിത്തൂക്കം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് അതാണ്, അണുമണിത്തൂക്കം കിബർ ഉണ്ടായാൽ അവൻ എവിടേക്ക് പ്രവേശിക്കൂല, സ്വർഗത്ത് പ്രവേശിക്കൂല എന്നാണ്. കിബർ അള്ളാഹ്ക്ക് മാത്രം ഖാസായ ഗുണമാണ്. മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റൂല, ആ ഗുണം ഉൾക്കൊള്ളാൻ പറ്റൂല. കാരണം മനുഷ്യൻ അബ്ദാണ്, അടിമയാണ്. അടിമക്ക് കിബർ എന്ന അവസ്ഥ ഉണ്ടാവുമോ? ഇല്ല, ഒരിക്കലും അടിമക്ക് കിബർ എന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യനും കിബർ എന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് നന്മകൾ അവന് തടയപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. സൃഷ്ടികൾക്കിടയിലും എന്ത് ചെയ്യും, അവൻ നിന്ദ്യനായി മാറും. സൃഷ്ടികൾക്കിടയിലും സംസാരം ഉണ്ടാകും, ഓൻ കിബറനാണ്, ഓൻ അഹങ്കാരിയാണ് എന്ന സംസാരം ഉണ്ടാകും. അപ്പോൾ കിബർ മൊത്തത്തിൽ, കിബർ എന്നത് മുത്തലക്കൻ വിരോധിക്കപ്പെട്ട ഒരു സ്വഭാവമാണ്. നല്ല സ്വഭാവമല്ല എന്ത്, കിബർ എന്നുള്ളത്. വഹും ലാ യസ്തക്ബിറൂൻ. അപ്പോൾ ഇവിടെ ഈ ആയത്തിൽ എന്തുണ്ട്, സുജൂദു അത്തിലാവ, തിലാവത്തിൻ്റെ സുജൂദിൻ്റെ ആയത്തുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തിലാവത്തിൻ്റെ സുജൂദിൻ്റെ ആയത്തുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളാണുള്ളത്. അതായത് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുമ്പോൾ പലപ്പോഴും പല ആളുകൾക്കും ഉണ്ടാകുന്ന സംശയമാണ്, ഉളൂ എടുക്കണോ, ഖിബലക്ക് മുന്നിടണോ എന്നിങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിൽ രണ്ടഭിപ്രായങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, സുജൂദ് തിലാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരത്തിൻ്റെ അതേ ഹുക്കുമാണ് എന്നാണ് ഒരു അഭിപ്രായം. അപ്പോൾ നിസ്കാരത്തിൻ്റെ അതേ ഹുക്കുമാണ് എന്ന് പറഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യേണ്ടി വരും, ഉളൂ വേണ്ടി വരും, ഖിബലക്ക് മുന്നിടേണ്ടി വരും, ഒക്കെ വേണം. എന്നാൽ മറ്റൊരു അഭിപ്രായം എന്നുള്ളത്, എന്ത് വേണ്ട, നിസ്കാരത്തെ പോലെയല്ല. അപ്പോൾ എന്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, ഉളുവിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, ഖിബലക്ക് മുന്നിടേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഇതൊന്നും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അതിൽ പ്രബലമായി മനസ്സിലാകുന്നത് അല്ലാഹു ആലം, ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു വെക്കുന്നത്, ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുള്ളൊക്കെ പറയുന്നത്, എന്തിൻ്റെ ആവശ്യമില്ല, നിസ്കാരത്തിൻ്റെ ഭാഗമല്ല, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഉളു ഇല്ലാതാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ ഈ രണ്ട് ആൾക്കാരും പറയുന്നത് അഫ്ളൽ ഏത് തന്നെയാണ്, ഉളുവോടുകൂടി അതോടൊപ്പം തന്നെ ഖിബലക്ക് മുന്നിട്ട് സുജൂദ് ചെയ്യൽ തന്നെയാണെന്ത്, ഏറ്റവും ഉത്തമം. അപ്പം അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്താൽ മതി, ആ രൂപത്തിൽ തന്നെ ചെയ്താൽ മതി. ഇനി അടുത്ത ആയത്ത്, تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. ഇനി മുഅ്മിനീങ്ങളുടെ മറ്റു സവിശേഷമായ ഗുണം പറയാം. തതജാഫ ജുനൂബുഹും, തതജാഫ ജുനൂബുഹും, അവരുടെ പാർശ്വങ്ങൾ എന്ത് ചെയ്യുന്നു, എഴുന്നേൽക്കുന്നു, ഉണരുന്നു. എന്തിനെ തൊട്ട്, അനിൽ മദാജിഇ, കിടക്കുന്ന സ്ഥലത്തെ തൊട്ട് എന്ത് ചെയ്യുന്നു, അവർ എഴുന്നേൽക്കുന്നു എന്നാണ്. എന്തിനാണ്, യദ്ഊന റബ്ബഹും, അവരുടെ റബ്ബിനോട് എന്ത് ചെയ്യുന്നു, അവർ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനക്ക് രണ്ട് ഗുണങ്ങളാണ്, ഒന്ന് ഖൗഫൻ വതമഅൻ, ഒന്ന് പേടിയുണ്ട്, പേടിയോട് കൂടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതോടൊപ്പം തന്നെ ത്വമഉണ്ട്, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ എന്തുണ്ട്, പ്രതീക്ഷയുമുണ്ട്. വമിമ്മാ റസഖ്നാഹും, നാം അവർക്ക് റിസ്കായി നൽകിയതിൽ, ഉപജീവന മാർഗമായി നൽകിയതിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു, യുൻഫിഖൂൻ, അവർ ചെലവഴിക്കുന്നു. ഒന്നാമത്തെ ഗുണം, ഒന്നാമത്തെ സവിശേഷമായ ഗുണം രാത്രി നിസ്കരിക്കുന്ന ആളുകളാണ്. അതാണ് തതജാഫ ജുനൂബുഹും. ഈ തതജാഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിയിൽ അൽ ജഫ്വ, അതായത് അവർ എഴുന്നേൽക്കുന്നത് എങ്ങനെയാണ് എഴുന്നേൽക്കുന്നത്, ജഫ്വത്തിൽ നിന്നാണ് തതജാഫ എന്ന പദം എന്ന ക്രിയ വന്നിട്ടുള്ളത്. എഴുന്നേൽക്കുന്നത് ഇഷ്ടത്തോടു കൂടിയല്ല, അതായത് ഉറങ്ങണം, ഉറക്കത്തോടൊരു വെറുപ്പ്, ആ വെറുപ്പിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, എഴുന്നേൽക്കുന്നത് എന്നാണ്. അതായത് ഉറക്കിനോടെന്ത്, ഒരു വെറുപ്പ്, ആ വെറുപ്പിൽ നിന്ന് എന്ത് ചെയ്യുന്നു, എഴുന്നേൽക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉറങ്ങണം എന്ന താല്പര്യത്തിൽ നിന്നല്ല എന്ത് ചെയ്യുന്നത്, അവർ എഴുന്നേൽക്കുന്നു. പക്ഷെ ഉറക്കിനോടൊരു വെറുപ്പിൽ നിന്ന് എന്ത് ചെയ്യുന്നു, എഴുന്നേൽക്കുന്നു. ആർക്ക് വേണ്ടിയിട്ട്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് എന്നാണ്. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, ഉറക്കൊഴിവാക്കിയിട്ട് എഴുന്നേൽക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇവിടെ ഒരു വിഷയം എന്നുള്ളത്, ഒരാൾ
ഏറ്റവും കൂടുതൽ ക്ഷീണത്തിൻ്റെ അവസ്ഥയിൽ ഒക്കെ ഉള്ളൊരവസ്ഥയാണ് ഉറക്കിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും വഹിക്കുന്ന ഒരാൾ വലിയ വെയിറ്റ് വഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് താഴെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ഭാരം കുറയും. ഇനി നിന്ന് ക്ഷീണിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മൾ ഇരിക്കുക. ആ ഇരുത്തം തന്നെ കുറേ നേരം ഇരുന്നാലോ നമ്മൾ ശരീരം മൊത്തം എന്ത് ചെയ്യും, ക്ഷീണമാവും. അവ മൊത്തം ക്ഷീണമായി കഴിഞ്ഞാൽ എന്താണ് എന്ത് ചെയ്യുക, ഒരാൾ കിടന്നുറങ്ങുന്ന അവസ്ഥ ഉണ്ടാവുക. അപ്പോൾ ആ ക്ഷീണത്തിൻ്റെ അവസ്ഥയിൽ എന്ത് ചെയ്യാണ്, കുറച്ചൊക്കെ കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, അള്ളാഹുവിന് വേണ്ടി എഴുന്നേൽക്കും. അതാണ് ചില ആയത്തുകളിലൊക്കെ പറയുന്നത്, ഖലീലൻ മിനൽ ലൈലി, അവർ രാത്രിയിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, കുറച്ചേ ഉറങ്ങാറുള്ളൂ എന്നാണ്. രാത്രിയുടെ ചെറിയ ഭാഗം മാത്രമേ അവർ ഉറങ്ങാറുള്ളൂ. അപ്പോൾ അവർ ഉറക്കിനോടൊരു വെറുപ്പ് പ്രകടിപ്പിച്ച് അതിൽ നിന്ന് എന്ത് ചെയ്യാണ്, അവർ എഴുന്നേൽക്കുകയാണ്. അപ്പോൾ ഖിയാമുൽ ലൈൽ, രാത്രി നിസ്കാരം എന്നത് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവനെ ഇസ്തിഖാമത്തിൽ ദീനിൽ അടിയുറച്ചു നിർത്തുന്ന ഒരു കാര്യം. നമുക്ക് ദീനിൽ അടിയുറച്ചു നിൽക്കണോ, അവൻ എന്ത് ചെയ്യണം, രാത്രി നിസ്കരിക്കണം. കാരണം രാത്രി നിസ്കരിക്കുന്ന ഒരാൾക്ക് ആരും കാണാതെ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നിസ്കരിക്കാൻ സാധിക്കുക എന്നുള്ളത് എന്താണ്, വലിയ തൗഫീഖാണ്. അത് എല്ലാ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സാധിക്കണം എന്നില്ല. അത് അള്ളാഹു തിരഞ്ഞെടുത്ത അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത അടിമകൾക്ക് അത് സാധിക്കുകയുള്ളൂ. ചില പണ്ഡിതന്മാരോടൊക്കെ രാത്രി എഴുന്നേൽക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം, എനിക്ക് രാത്രി എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല, അലാറം വെക്കുന്നുണ്ട്, അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റണില്ല, രാത്രി എഴുന്നേൽക്കാൻ പറ്റണില്ല. ആ സമയത്ത് പണ്ഡിതന്മാർ പറയുന്നത് കയ്യത്തക്ക ദുനൂബു, നിന്റെ തെറ്റുകളാണ് എന്ത് ചെയ്തത്, നിന്നെ കെട്ടിയിട്ടത് എന്നാണ്. ആ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനെ തൊട്ട് നിന്നെ കെട്ടിയിട്ടത് നിന്റെ തിന്മകളാണ്. അപ്പം രാവിലത്തെ ജീവിതം അതെങ്ങനെയാണോ എന്നതിനെ പരിഗണിച്ചിട്ടാണ് എന്ത് ചെയ്യുക, രാത്രി നമുക്ക് എഴുന്നേൽക്കാൻ സാധിക്കുക. രാവിലെ പാപങ്ങൾ ചെയ്ത് ജീവിക്കുന്നു എങ്കിൽ രാത്രി എന്ത് ചെയ്യാൻ പറ്റൂല, എഴുന്നേൽക്കാൻ പറ്റൂല. അതോടൊപ്പം തന്നെ രാത്രി നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ സമയത്തുള്ള നിസ്കാരത്തിന് വല്ലാത്ത ഒരു മാനസിക ശക്തി നമുക്ക് പകർന്നു നൽകാൻ സാധിക്കും. രണ്ടാമത്തത്, ആ സന്ദർഭത്തിലുള്ള പ്രാർത്ഥനയ്ക്കും എന്തുണ്ട്, വലിയ ഉത്തരം കിട്ടാൻ അവസരമുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ടല്ലോ, ആരാണ് എന്നോട് പ്രാർത്ഥിക്കാനുള്ളത്, ആരാണ് എന്നോട് പാപമോചനം തേടാനുള്ളത്, അവർക്ക് ഞാൻ എന്ത് ചെയ്യും, പാപമോചനം കൊടുക്കും, അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. ഒരു ഖുർആൻ മനപ്പാഠം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ കഥ പറയുന്നത്, ആ വിദ്യാർത്ഥിക്ക് ഖുർആൻ മനപ്പാടാക്കണമെങ്കിൽ ഏകദേശം 14-15 മണിക്കൂർ എടുക്കുന്ന ഒരു പേജ് പഠിക്കണമെങ്കിൽ. അപ്പോൾ ഒരു പേജ് പഠിക്കണമെങ്കിൽ 16 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കുറച്ച് സമയമുള്ളൂ. അങ്ങനെ ഡോക്ടറുമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ശരീരത്തിന് വല്ലാത്ത പ്രയാസം ബാധിക്കും എന്ന് പറഞ്ഞു. അവിടെ ആ വിദ്യാർത്ഥിക്ക് പഠിപ്പിക്കുന്ന ഉസ്താദ് പറഞ്ഞു, നീ എന്ത് ചെയ്യും, രാത്രി എഴുന്നേറ്റിട്ട് നിൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹിനോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ വിദ്യാർത്ഥി എന്ത് ചെയ്തു, ആ വിദ്യാർത്ഥി 16 മണിക്കൂറും ഇരുന്ന് പഠിക്കുന്നുണ്ട്, എന്നിട്ടും എന്ത് ചെയ്യണില്ല, ഒരു പേജ് പോലും പഠിച്ചു തീരുന്നില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു. അതിനുശേഷം 1 മണിക്കൂറിൽ 8 പേജിൻ്റെ അടുത്താണ് എന്ത് ചെയ്തത്, മനപ്പാടാക്കിയതെന്നാണ്. 1 മണിക്കൂറിൽ 1 പേജ് പോലും മനപ്പാടമാക്കാൻ പറ്റാത്ത വിദ്യാർത്ഥി 8 പേജിൻ്റെ അടുത്ത് എന്ത് ചെയ്തു, മനപ്പാടാക്കിയതാണ്. അപ്പോൾ അത്ഭുതങ്ങൾ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ രാത്രി സമയത്തെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പറയുന്ന വ്യക്തി വലിയ അറിയപ്പെടുന്ന പ്രബോധകനാവുകയും ദാഇയാവുകയും ക്ലാസ്സുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സുകൾ പോലും മനപ്പാടത്തിൽ നിന്നാണ് എന്ത് ചെയ്യുക, എടുക്കുക എന്നാണ്. നോട്ടൊന്നും വെക്കാതെ എന്ത് ചെയ്യും, ക്ലാസ് എടുക്കും. അത്രയും അറിയപ്പെടുന്ന ഹിഫ്ളിൻ്റെ വിഷയത്തിൽ, മനപ്പാടത്തിൻ്റെ വിഷയത്തിൽ കഴിവുറ്റ ഒരാളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഇത് രാത്രി നിസ്കാരത്തിൻ്റെയും രാത്രിയുടെ പ്രാർത്ഥനയുടെയും ഫലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു ഭാര്യ എന്ത് ചെയ്യുന്നു, ഭർത്താവിനെ രാത്രി നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കുന്നു. ഭർത്താവ് എഴുന്നേൽക്കുന്നില്ല, വെള്ളം കുടയുന്നു, എന്നിട്ട് എഴുന്നേൽപ്പിക്കുന്നു. ഭർത്താവ് തിരിച്ചെന്ത് ചെയ്യുന്നു, ഭാര്യയും എഴുന്നേൽപ്പിക്കുന്നു. അതെന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഭർത്താക്കന്മാർക്കും ഭാര്യയ്ക്കുമിടയിൽ റഹ്മത്ത് അല്ലാഹു എന്ത് ചെയ്യും, ഇട്ടുകൊടുക്കും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റണം, പരസ്പരം വിളിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. വിളിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ചിലപ്പോൾ ടൂറിനൊക്കെ വിളിച്ചിട്ടുണ്ടാവും, എന്നാൽ ഉഖ്റവിയായ വിഷയത്തിൽ വിളിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പരമപ്രധാനമായ ചോദ്യം. ദുനിയവിയായ കാര്യത്തിന് സ്വാഭാവികമാണ്, പല കാര്യത്തിനും വിളിച്ചിട്ടുണ്ടാകാം, ഒക്കെ ഉണ്ടാകാം. എന്നാൽ ഉഖ്റവിയായിട്ട് ആഖിറവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ആഖിറത്തിന് സഹായകമാകുന്നുണ്ടോ എന്നതാണെന്ത് ഏറ്റവും വലിയ ചോദ്യം. കാരണം ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താ, ദുനിയാവല്ലല്ലോ. ജീവിതത്തിൻ്റെ ലക്ഷ്യം ആഖിറമാണ്, ജീവിതത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ആ ആഖിറത്തിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, പരസ്പരം സഹായകരമായി മാറേണ്ടത്. അതാണ് ഒന്നാമത്തെ അവരുടെ
സവിശേഷമായ ഗുണം. രണ്ടാമത്തേത് യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ, അവരവരുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, ഖൗഫോട് കൂടിയും ത്വമഅോട് കൂടിയും. അപ്പോൾ ഈ രണ്ടും നമ്മൾ പലപ്പോഴായി പല ക്ലാസ്സിലും പറഞ്ഞ വിഷയമാണ്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ ഉണ്ടാകണം. ഒന്നെന്താണ്? ഖൗഫും, ഭയവും പ്രതീക്ഷയും. ഒരു പക്ഷിക്ക് രണ്ട് ചിറകുകൾ എത്രത്തോളം പ്രാധാന്യമാണോ അത്രത്തോളം പ്രാധാന്യമാണ് ഒരു മുഅ്മിൻ എന്ത്? ഭയവും പ്രതീക്ഷയും. ഒന്ന് പോയാൽ എന്ത് ചെയ്യും? ഒരു പക്ഷിയുടെ ഒരു ചിറക് പോയി കഴിഞ്ഞാൽ പക്ഷിക്ക് പറക്കാൻ പറ്റൂല. അതേപോലെയാണ് ഒരു മുഅ്മിൻ്റെ പ്രതീക്ഷ പോയി കഴിഞ്ഞാൽ, പേടി മാത്രമായാൽ എന്താണ്? അത് പ്രശ്നമാണ്. എന്നാൽ പേടി പോയി ഭയങ്കര പ്രതീക്ഷയാണ്, അതും ബുദ്ധിമുട്ടാണ്. ഇവിടെ ഈ രണ്ട് കാര്യവും എന്ത് ചെയ്യണം? ബാലൻസിങ് ആയിട്ട് പോകണം. രണ്ട് കാര്യം ബാലൻസിങ് ആയിട്ട് പോകണം. ഒരാൾക്ക് തീരെ പ്രതീക്ഷയില്ല, ഒരുപാട് തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, എല്ലാ പ്രതീക്ഷകളും എന്ത് ചെയ്തു? അവൻ വിട്ടു. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള മഗ്ഫിറത്ത് എന്ത് ചെയ്തു? അവൻ വിട്ടു. അവൻ പ്രതീക്ഷിക്കുന്നില്ല, അള്ളാഹു പുറത്തിരുന്ന് പോലും എന്ത് ചെയ്യുന്നില്ല? പ്രതീക്ഷിക്കുന്നില്ല. അത് വൻപാപത്തിൽപ്പെട്ടതാണ്. അള്ളാഹു പൊറുക്കുകയില്ല എന്നൊരാൾ കരുതുകയാണ് എങ്കിൽ അത് വൻപാപത്തിൽ അക്ബറുൽ കബായിറാണ്. അവൻ്റെ തൗഹീദിൽ എന്തുണ്ട്? കുറവുണ്ട് എന്നാണ്. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല കിതാബു തൗഹീദിൻ്റെ ഒരു ഹെഡിങ് ആയിട്ട് തന്നെ ശീർഷകമായിട്ട് കൊടുക്കുന്ന വിഷയം ഇതാണ്: അൽ യഅ്സു മിർ റൗഹി അൽ ഖുനൂതു മിർ റഹ്മത്തില്ലാഹ്. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ടെന്താവുക? ഖുനൂത്ത് ഉണ്ടാവുക, നിരാശനാവുക. അതേപോലെ തന്നെ അൽ മക്രു, അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട്, അൽ മക്രു മിൻ അദാബില്ല, അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് എന്തുണ്ടാവുക? അള്ളാഹു ശിക്ഷിക്കുന്നില്ല എന്ന ഒരു ഭയമില്ലാത്തൊരു ജീവിതം. അപ്പോൾ ഭയവും വേണം, പ്രതീക്ഷയും വേണം. ഇനി ചില സമയത്ത് ഭയം കൂടേണ്ടി വരും. തെറ്റുകൾ ചെയ്യാൻ തോന്നുന്ന സമയത്ത് ഒരാൾക്ക് പ്രതീക്ഷ കൂടിക്കഴിഞ്ഞാലോ അള്ളാഹു പുറത്തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തെറ്റിലേക്ക് ചെന്ന് പതിക്കും. അപ്പോൾ അവിടെ എന്ത് വർദ്ധിക്കേണ്ടി വരും? ഖൗഫ് വർദ്ധിക്കേണ്ടി വരും. എന്നാൽ അതേ സമയത്ത് തെറ്റുകളിൽ മുഴുകുന്ന, തെറ്റുകളിൽ ഇങ്ങനെ ചെയ്ത് അവസാനം അള്ളാഹുവിൻ്റെ പ്രതീക്ഷ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് വർദ്ധിക്കണം? റജാ വർദ്ധിക്കണം. അപ്പോൾ രണ്ടും വേണം. നമുക്ക് ഭയപ്പാടും ഉണ്ടാകണം, പ്രതീക്ഷയും ഉണ്ടാകണം. പ്രാർത്ഥിക്കുന്ന സമയത്തും എന്ത് ചെയ്യണം? ഈ പറയുന്ന പ്രാർത്ഥനയുടെ സമയത്ത്, നിസ്കാരത്തിൻ്റെ സമയത്ത്, ഈ ഇവിടെ ഒരു 25-26 നോമ്പൊക്കെ നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ വേവലാതിയാണെന്ത്? ഈ ചെയ്തതൊക്കെ സ്വീകരിക്കുമോ എന്നുള്ളത്. ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു സ്വീകരിക്കുന്നത് തഖ്വയുള്ള ആളുകളിൽ നിന്നാണ്, മുത്തഖീങ്ങളിൽ നിന്നാണ് അള്ളാഹു സ്വീകരിക്കുക എന്നാണ്. ഈ ആയത്തുകൾ കേട്ടിട്ട് സ്വഹാബാക്കളിൽ പല ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്? ഭയപ്പെട്ടിട്ടുണ്ട് എന്നാണ്. കാരണം അള്ളാഹു ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചാൽ മതി എന്നെന്ത് ചെയ്തിരുന്നു? അവർ ആശിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു ആശയും പേടി എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മവുമായി ബന്ധപ്പെട്ടുണ്ടാകും. അങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ അമലുകൾ എന്ത് ചെയ്യുള്ളൂ? ഒരുപാട് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുള്ളൂ. ഇതൊരാൾ ചെയ്യുന്നു, ഓനക്ക് ഉറപ്പാണെന്ത്? അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവും എന്നെങ്കിലും പിന്നെന്ത് ചെയ്യൂല? അത് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവില്ല. അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് പേടിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വീണ്ടും സൽക്കർമ്മങ്ങൾ ചെയ്യും. അള്ളാഹു സ്വീകരിക്കാത്തൊരവസ്ഥ ഉണ്ടായാലോ എന്ന ഒരു ഭയത്താൽ. എന്നിട്ട് അള്ളാഹു പറയാം, വമിമ്മാ റസഖ്നാഹും, നാം അവർക്ക് റിസ്ഖായി നൽകിയതിൽ എന്ത് ചെയ്യുന്നു? യുൻഫിഖൂൻ, അവർ ചെലവഴിക്കുന്നു. മിമ്മാ, നാം നൽകിയതിൽ നിന്ന് ചിലത് എന്നാണ്, എല്ലാം എന്നല്ല. നാം നൽകിയതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ചിലത് അവർ അൻഫഖ യുൻഫിഖു യുൻഫിഖൂൻ, അവർ ചെലവഴിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അവർ ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ സക്കാത്ത് പെടും, സ്വതക്ക പെടും, ഇതൊക്കെ എന്ത് ചെയ്യും? അതിൽ ഉൾപ്പെടും. അപ്പം നമ്മുടെ റിസ്ക്, നമുക്ക് നൽകിയ റിസ്ക് ആര് നൽകിയതാണ്? അള്ളാഹു പറയുന്നത് മിമ്മാ റസഖ്നാഹും, നാം ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവർക്ക് നൽകിയിട്ടുള്ളത്, ഉപജീവന മാർഗം നൽകിയിട്ടുള്ളത്. അപ്പോൾ റിസ്ക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചിരുന്നു, റിസ്ക് എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമല്ല, പണം മാത്രമല്ല റിസ്ക്, മറിച്ച് നമുക്ക് അനുഗ്രഹമായി ലഭിക്കുന്നതൊക്കെ എന്താണ്? റിസ്ക്കാണ്. ആ റിസ്ക്കിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു? ചെലവഴിക്കുന്നു. അപ്പോൾ ഇപ്പോൾ റമദാൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പിരിവുകളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പിരിവ് കൊടുക്കാൻ വേണ്ടി തൗഫീഖ് ലഭിക്കപ്പെട്ട ആളുകളാണ്. പിരിവ് ചോദിക്കാൻ എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ശുക്ർ ചെയ്യേണ്ട ഒരവസ്ഥ തന്നെയാണെന്ത്? അങ്ങനെ ഓരോ ആളുകളും ചോദിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു കൊടുക്കാനുള്ള തൗഫീഖ് എന്ത് ചെയ്തിട്ടുണ്ട്? റബ്ബേ, എത്ര കുറച്ചാണെങ്കിലും കൊടുക്കാനുള്ള ഒരവസ്ഥ അള്ളാഹു നമുക്ക് ഉണ്ടാക്കി തന്നല്ലോ. അതെന്താണ്? വലിയ ഖൈറിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇബാദത്തുകൾ പലതരമുണ്ട്. ഇബാദത്ത് ലാസിമായ ഇബാദത്തുമുണ്ട്, മുതഅദ്ദിയായ ഇബാദത്തുമുണ്ട്. ലാസിമായ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ സ്വന്തത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഇബാദത്തുകൾ. ഇപ്പം നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഇബാദത്താണ്. അത് വേറൊരാളിലേക്ക് എത്തുന്നുണ്ടോ? ഇല്ല. നിസ്കാരം സ്വന്തത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഇബാദത്താണ്.
എന്നാൽ മുതഅദ്ദിയായ ഇബാദത്തുണ്ട്. മുതഅദ്ദിയായ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അതേതാണ് ഈ ആയത്തിൽ? ധനം ചെലവഴിക്കുക. നമുക്കത് പ്രതിഫലം ലഭിക്കും, അതോടൊപ്പം തന്നെ ആർക്കും കിട്ടുന്നുണ്ട്, വേറൊരാൾക്കും ഒരു സഹായകമാകുന്നുണ്ട്. അപ്പോൾ ഇബാദത്തുകൾ ഈ രണ്ട് രൂപത്തിലാണ്. ഒന്ന് ലാസിമായതുമുണ്ട്, മുതഅദ്ദിയായ ഇബാദത്തുമുണ്ട്. പ്രബോധനം എന്നത് ലാസിമാണോ മുതഅദ്ദിയാണോ? മുതഅദ്ദിയാണ്. പ്രബോധനം മുതഅദ്ദിയാണ്. അപ്പോൾ ഇങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മുതഅദ്ദിയായ ഇബാദത്തുകളുമുണ്ട്, ലാസിമായ ഇബാദത്തുമുണ്ട്. രണ്ടിലും എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണം. മുതഅദ്ദിയായ ഇബാദത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ ഒതുങ്ങി നിൽക്കൂല, ഒരുപാട് ആളുകളിലേക്ക് എന്ത് ചെയ്യും? ആ കാര്യം എത്തിപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ പ്രതിഫലം എന്ത് ചെയ്യും? വർദ്ധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. പല ആളുകളും ചെയ്യാറുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസിമായ ഇബാദത്തുകൾ എന്ത് ചെയ്യും? പല ആളുകളും ചെയ്യാറുണ്ട്, സ്വന്തത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നാൽ മുതഅദ്ദിയായ ഇബാദത്തിൻ്റെ വിഷയത്തിൽ പല ആളുകളും എന്ത് ചെയ്യും? വീഴ്ച വരുത്തും. സ്വതക്ക കൊടുക്കുന്നത്, അതേപോലെ തന്നെ ദാനധർമ്മം, സഹായം, എങ്ങനെയൊക്കെയാണോ നമുക്ക് സഹായിക്കാൻ സാധിക്കുക അതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യണം. ഒരാളൊരു സഹായത്തിന് നമ്മളോട് ആവശ്യപ്പെട്ടു, നമ്മൾ സഹായം ചെയ്തു കൊടുക്കുകയാണ്. അത് ഏത് ഇബാദത്തിലാണ് വരിക? മുതഅദ്ദിയായ ഇബാദത്തിലാണ് എന്ത് ചെയ്യുക? അത് ഉൾപ്പെടുക. അപ്പോൾ ആ രണ്ട് ഇബാദത്തും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ആയത്തിൽ കൂട്ടിച്ചേർത്തിട്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത ആളുകൾ, അപ്പോൾ വിശ്വാസികൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേട്ട് കഴിഞ്ഞാൽ അതിലവർക്ക് ഒരു ഉണർവുണ്ടാകുന്നു, അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു, അള്ളാഹുവിനെ സ്തുതിക്കുന്നു, അവർ രാത്രി നിസ്കരിക്കുന്നു, അതോടൊപ്പം തന്നെ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത് ഭയത്തോടു കൂടിയും പ്രതീക്ഷയോടുകൂടിയുമാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത ആളുകൾക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത് എന്നാണ് എന്ത് ചെയ്യുന്നത്? അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത്. فَلَا تَعْلَمُ نَفْسٌ مَّا أُخْفِيَ لَهُم مِّن قُرَّةِ أَعْيُنٍ جَزَاءً بِمَا كَانُوا يَعْمَلُونَ فَلَا تَعْلَمُ نَفْسٌ مَّا أُخْفِيَ لَهُم مِّن قُرَّةِ أَعْيُنٍ جَزَاءً بما كانوا يعملون فلا تعلم نفس ഒരു നഫ്സും അറിയുകയില്ല. ഒരു നഫ്സും, അതിന് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ ആരും ഒരു നഫ്സും അറിയുകയില്ല. മാ ഉഖ്ഫിയ ലഹും, അവർക്ക് എന്താണ് ഗോപ്യമാക്കി വെച്ചിട്ടുള്ളത്. ഖഫി എന്ന് പറഞ്ഞാൽ എന്താ? ഗോപ്യമാക്കുന്നത്, ഗോപ്യമായ കാര്യങ്ങളാണ് ഖഫി എന്ന് പറഞ്ഞത്. ഉഖ്ഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപ്യമാക്കപ്പെട്ടത്. മാ ഉഖ്ഫിയ ലഹും, എന്തൊന്നാണ് അവർക്ക് ഗോപ്യമാക്കപ്പെട്ടത്. മിൻ ഖുർറത്തി അഅ്യുനിൻ, എന്തിൽ നിന്ന്? കണ്ണിന് കുളിർമ നൽകുന്ന കാര്യങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് അവർക്ക് ഗോപ്യമാക്കപ്പെട്ടത് എന്ന് ഒരു നഫ്സിനും അറിയുകയില്ല. എന്ത് കാരണത്താലാണ് അള്ളാഹു ഇതൊക്കെ ഗോപ്യമാക്കി അവരുടെ കണ്ണിന് കുളിർമ നൽകുന്ന കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചത്? എന്തിൻ്റെ കാരണത്താലാണ്? ജസാഅൻ, പ്രതിഫലമെന്നോണം, ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലമെന്നോണമാണ് അള്ളാഹു അവർക്ക് കണ്ണിന് കൺകുളിർമയേകുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു പറയാം. ഹസനുൽ ബസ്രി റഹിമഹുല്ല പറയാം, എന്തുകൊണ്ടാണ് അള്ളാഹു രഹസ്യമാക്കി വെച്ചത്? അള്ളാഹു ആർക്കും എന്ത് ചെയ്തിട്ടില്ല? അറിയിച്ചു കൊടുത്തിട്ടില്ല. എന്താണ് അവിടുത്തെ അനുഭൂതികൾ എന്നത് ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റൂല. അതായത് ദുനിയാവിൻ്റെയും സ്വർഗത്തിൻ്റെയും അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരുകൾ കൊണ്ട് മാത്രമാണ് എന്തുള്ളത്? സാമ്യത ഉള്ളത്. ബാക്കി ഒന്നും കൊണ്ടെന്തില്ല? സാമ്യത ഇല്ല. ഇപ്പോൾ ഇവിടുത്തെ ഒരു ആപ്പിൾ എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്തുണ്ട്? ആപ്പിൾ ഉണ്ടാകും, പക്ഷേ നമ്മൾ കണ്ട രുചി ആയിരിക്കൂല, നമ്മൾ കണ്ട വലിപ്പമായിരിക്കൂല, നമ്മൾ കണ്ട കളറായിരിക്കൂല, എല്ലാത്തിലും എന്തുണ്ടാവും? വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അള്ളാഹു ഗോപ്യമാക്കി വെച്ചു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിമകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചില നന്മകൾ ആരും അറിയാതെ ചെയ്തു വെച്ച ചില നന്മകളുണ്ട്. ആ നന്മകളുടെ പ്രതിഫലം എന്നോണമാണ് എന്ത് ചെയ്യുന്നത്? ആരും കാണാതെ അള്ളാഹു ഗോപ്യമാക്കിയിട്ട് വെച്ചിട്ടുള്ളത്. ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്ന ഒരു സന്ദർഭമുണ്ട്, റസൂൽ പാരായണം ചെയ്യുന്ന സന്ദർഭം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഅദത്തു ലിഇബാദി അസ്സാലിഹീന മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനസ്സിനും വിഭാവനം ചെയ്യാൻ സാധിക്കാത്തത് എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു അടിമകൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ഖുദ്സിയായ ഹദീസാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി. ഏത്? ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ. ഇനി സ്വർഗത്തിൻ്റെ അവസ്ഥ വിശദീകരിക്കുകയാണെങ്കിൽ തന്നെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മൻ യദ്ഖുലുൽ ജന്നത യൻഅം ലാ യബ്അസ്, ഒരുത്തൻ സ്വർഗ്ഗത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹത്തിലാണ് എന്ത് ചെയ്യുക, ജീവിക്കുക. ഒരു വിഷമിക്കുന്ന ഒരവസ്ഥ എന്തുണ്ടാവില്ല, സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല. ലാ തബ്ലാ സിയാബുഹു, അവൻ്റെ വസ്ത്രം നുരുമ്പിപ്പോകുന്ന അവസ്ഥയും സ്വർഗത്തിലില്ല. വലാ യഫ്നാ ശബാബുഹു, അവൻ്റെ യുവത്വം നഷ്ടപ്പെടുന്ന അവസ്ഥയും സ്വർഗത്തിലില്ല. യുവാവായിട്ടാണ് എന്ത് ചെയ്യുക, സ്വർഗത്തിൽ ജീവിക്കാം. അതാണ് ഒരു സ്ത്രീ വന്നിട്ട് റസൂലിനോട് ചോദിക്കാം, എനിക്ക് സ്വർഗത്ത് പ്രവേശിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ വിശ്വാസം ചിരിച്ചു മറുപടി പറയുന്നുണ്ട്. എന്താണ്? വൃദ്ധയായ ആളുകൾക്ക് എന്തില്ല, സ്വർഗത്തിൽ പ്രവേശനമില്ല. എല്ലാവരും എന്താണ്, എങ്ങനെയാണ് പ്രവേശിക്കുക? യുവാക്കളും യുവതികളുമായിട്ടാണ് എന്ത് ചെയ്യുക, സ്വർഗത്ത് പ്രവേശിക്കാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നുണ്ട്. ഫിൽ ജന്നതി മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമീഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. അപ്പോൾ സ്വർഗത്തിൽ എല്ലാ ആളുകളും ഒരേ പ്രായക്കാരായിരിക്കും, സമപ്രായക്കാരായിരിക്കും സ്വർഗത്തിൽ. ഇനി വലിയ ആളാകട്ടെ ചെറിയ ആളാകട്ടെ എല്ലാ ആളുകളും സ്വർഗത്തിൽ സമപ്രായക്കാരായ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ ഈ പറയുന്ന മുഅ്മിനീങ്ങളും അതോടൊപ്പം തന്നെ അവിശ്വാസികളും, ആദ്യം അവിശ്വാസികളെ കുറിച്ച് പറഞ്ഞു, പിന്നെ മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി ഇവർ രണ്ടുപേരും എന്താവൂല, സമമാവൂല എന്ന് അല്ലാഹു എന്ത് ചെയ്യാണ്, തെര്യപ്പെടുത്താൻ. അഫമൻ കാന മുഅ്മിനൻ കമൻ കാന ഫാസിഖൻ ലാ യസ്തവൂൻ അഫമൻ കാന മുഅ്മിനൻ കമൻ കാന ഫാസിഖൻ ലാ യസ്തവൂൻ. അഫമൻ, ഒരുവൻ ആണോ, അല്ലെ? ആ ആദ്യത്തിലുള്ള ഹംസ എന്നത് ഇസ്തിഫാമിൻ്റെ ഹംസയാണ്, ചോദ്യത്തിന് വേണ്ടിയിട്ട്. ആണോ, ഒരുവൻ ആണോ. കാന മുഅ്മിനൻ, മുഅ്മിനായ ഒരുവനാണോ. കമൻ കാന ഫാസിഖൻ, ഫാസിഖായ ഒരുത്തനെ പോലെയാണോ. ഒരു മുഅ്മിനാണ്, എന്നാൽ ഓന് ഫാസിഖിനെ പോലെയാണോ എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. അള്ളാഹ് അറിയാൻ വേണ്ടി ചോദിക്കുന്നതല്ല, മറിച്ച് എന്ത് ചെയ്യാണ്, ഒരു കാര്യം സ്ഥിരപ്പെടുത്താൻ വേണ്ടി ചോദിക്കാം. ലാ യസ്തവൂൻ, അവർ എന്താവൂല, ഒരിക്കലും ഒരുപോലെ ആവുകയില്ല, സമമാവുകയില്ല. ബുദ്ധിപരമായിട്ടും സമമാവുകയില്ല, ദീനീപരമായി നോക്കുകയാണെങ്കിൽ എന്തല്ല, അവർ സമമല്ല. രണ്ടിലും എന്തുണ്ട്, വ്യത്യാസമുണ്ട്. അപ്പോൾ മുഅ്മിൻ ആരെപ്പോലെയല്ല, ഫാസിഖിനെ പോലെയല്ല. രണ്ടാളുകളും തമ്മിൽ വളരെ വലിയ അന്തരമുണ്ട് എന്ന് അള്ളാഹു പഠിപ്പിക്കാം. ഒരുപാട് ആയത്തിൽ ഈ ആശയം അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. സൂറത്തുൽ ഹശ്റിലെ 20-ാമത്തെ ആയത്ത്, ലാ യസ്തവി അസ്ഹാബുൻ നാരി വലാ അസ്ഹാബുൽ ജന്നതി അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. അപ്പോൾ നരകക്കാരും സ്വർഗ്ഗക്കാരും ഒരേപോലെ ആവുമോ? ഇല്ല. സ്വർഗ്ഗക്കാരാണ് എന്ത് ചെയ്യാം, വിജയികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സൂറത്തു സാദിലെ 28-ാമത്തെ ആയത്ത്, അം നജഅലുൽ ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർദ്. വിശ്വസിച്ച അമൽ സ്വാലിഹാത്തുകൾ ചെയ്യുന്ന ആളുകളെ നമ്മൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെയാണോ നമ്മൾ കാണുന്നത്? അം നജഅലുൽ മുത്തഖീന കൽ ഫുജ്ജാർ, അതല്ല മുത്തഖീങ്ങളായ ആളുകളെ തെമ്മാടികളെ പോലെയാണോ നമ്മൾ കാണുന്നത് എന്നെന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹു പറയുന്നുണ്ട്. അപ്പം അള്ളാഹു അങ്ങനെയല്ല കാണുന്നത്. രണ്ടാളും തമ്മിൽ എന്തുണ്ട്, വലിയ വ്യത്യാസമുണ്ട്. അപ്പം അത് ദുനിയാവിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാലും ഒരു ദീനീപരമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് എന്തുണ്ടാകും, വളരെ കൃത്യനിഷ്ഠതയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും, നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരിക്കും. എന്നാൽ അതേ സമയത്ത് ഒരാൾക്ക് ഈമാനിൽ കുറവുണ്ട് എങ്കിൽ അതിലെന്തിലും കുറവുണ്ടാവും, ഒരുപാട് നല്ല ഗുണങ്ങളിലും കുറവുണ്ടാവും. എപ്പോഴും റിലീജിയസ് ആയ ആളുകളാണെന്ത് പലപ്പോഴും ദുനിയാവിലും മുന്നിട്ട് നിൽക്കുന്നതായി കാണാൻ സാധിക്കുക. കാരണം എത്രത്തോളം റിലീജിയസ് ആണോ അത്രത്തോളം എന്ത് ചെയ്യും, നല്ല കൃത്യനിഷ്ഠതയും മറ്റു കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ ഒരുത്തൻ കൃത്യമായ ഈമാനോടുകൂടി ജീവിക്കുകയാണ് എങ്കിൽ, ഇസ്ലാമിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് ജീവിക്കുകയാണെങ്കിൽ നല്ലൊരു ജീവിതം ദുനിയാവിൽ എന്ത് ചെയ്യും, അവന് ലഭിക്കും. നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരിക്കും അവൻ. കാരണം ഒരുപാട് നല്ല ഗുണങ്ങൾ ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ചില വീഡിയോസൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട് സമയത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, സമയം എങ്ങനെ കളയാതിരിക്കാം, ഇതൊക്കെ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇസ്ലാമിക ഉലമാക്കൾ എഴുതി വെച്ച ഗ്രന്ഥങ്ങളുണ്ട്. ഇസ്ലാമിക പണ്ഡിതന്മാരൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും ചെയ്യൂല വെറുതെ അവർ ഒഴിവാക്കാറുണ്ടായിരുന്നില്ല എന്ന് കാണാൻ പറ്റും. അത്രയും കൃത്യനിഷ്ഠതയോട് കൂടിയിട്ടാണ് സമയം അവരെന്ത് ചെയ്തത്, കൊണ്ടു നടന്നത്. അതാണ് ചില ഉലമാക്കളൊക്കെ പറയുന്നത്, സമയത്തിന് അവർ ദിർഹമിനേക്കാളും ദീനാറിനേക്കാളും പ്രാധാന്യം എന്തിനു നൽകിയിരുന്നു, സമയത്തിന് നൽകിയിരുന്നു. അവരേറ്റവും കൂടുതൽ വെറുത്ത കാര്യമാണ് എന്ത്, സലഫുകൾ ഏറ്റവും കൂടുതൽ വെറുത്ത രണ്ട് കാര്യങ്ങൾ. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ,
ഒന്ന് ഭക്ഷണവും മറ്റൊന്ന് ഉറക്കവും. സലഫുകൾ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നു എന്നാണ്. ഭക്ഷണം കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, കഴിക്കുക. നമ്മളോ ഭക്ഷണം എന്തായാലും കഴിക്കണം, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കഴിക്കുന്നത്. സലഫുകളോ ഉറങ്ങണ്ടേ, ശരീരത്തിന് ഉറക്കം ആവശ്യമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഉറങ്ങുന്നു. നമ്മൾ ശരീരത്തിന് ഉറക്കം ആവശ്യമില്ലെങ്കിലും എന്ത് ചെയ്യും, നമ്മൾ ഉറങ്ങുന്നുള്ളതാണ്. ചില ഉലമാക്കളെ കുറിച്ചൊക്കെ പറയുന്ന, സലഫുകളെ കുറിച്ച് പറയുന്നത്, അവരെന്ത് ചെയ്യൂല, കറികൾ ഭക്ഷണത്തിൻ്റെ ഒപ്പം അപ്പത്തിനൊപ്പം കൂട്ടൂല എന്നാണ്. കാരണം കറി കൂട്ടിയാൽ എന്ത് ചെയ്യും, പുറത്തു പോകുന്നത് കൂടും. അപ്പോൾ 3 ദിവസത്തിൽ ഒരിക്കലും എന്ത് ചെയ്താൽ മതി, പുറത്തു പോയാൽ മതി. തിന്നുന്നത് അത്രയാണ്. പക്ഷെ നമ്മളോ ചിലപ്പോൾ നല്ലോണം കയറ്റും ചെയ്യുന്ന പുറത്ത് പോകില്ല. അതെന്താണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ 3 ദിവസത്തിൽ പോകുന്നു എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്, ഭക്ഷണം വളരെ കുറച്ച് കഴിക്കുക, വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുക എന്നാണ്. അപ്പം അത് അവരുടെ ജീവിതത്തിൽ നിഴലിച്ചു നിന്നതായി കാണാൻ പറ്റും. ഒരുപാട് മുൻഗാമികൾ അവരൊക്കെ ഒരുപാട് ബൃഹത്തായ ഗ്രന്ഥങ്ങൾ ഒക്കെ ശേഖരിക്കാനൊക്കെ കാരണമായി തീർന്നത് ഈ കഠിനമായ പരിശ്രമമാണ്. കാരണം ഭക്ഷണം അതിനു വേണ്ടിയിട്ടുള്ളതാണ്. ഭക്ഷണം എന്തല്ല, ഭക്ഷണം എത്രയാണോ ആവശ്യം അത്ര തിന്നുക എന്നുള്ളതാണ്. മറിച്ച് അതിനേക്കാളും അപ്പുറം തിന്ന് അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ നടക്കുക എന്നുള്ളത് അവരുടെ ശീലമായിരുന്നില്ല. അവരുടെ ഉറക്കത്തെക്കുറിച്ചൊക്കെ പറയാറുള്ളത് 3 മണിക്കൂറൊക്കെ ചില ഉലമാക്കൾ എന്ത് ചെയ്യാറുള്ളൂ, ഉറങ്ങാറുള്ളൂ എന്ന്. അപ്പം അത് ഓരോ ആൾക്കാരുടെയും ശരീരത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, വ്യത്യാസപ്പെടും. ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ എത്രത്തോളം ദീനുമായി ബന്ധപ്പെടുന്നുവോ അതിനനുസരിച്ചിട്ട് ഒരുപാട് ഉപകാരം ദുനിയവിയായിട്ടും ലഭിക്കും എന്നത് തീർച്ചയാണ്. അടുത്ത ആയത്തിൽ അമ്മല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി ഫലഹും ജന്നാതുൽ മഅ്വാ നുസുലൻ ബിമാ കാനൂ യഅമലൂൻ. അമ്മല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി ഫലഹും ജന്നാതുൽ മഅ്വാ നുസുലൻ ബിമാ കാനൂ യഅമലൂൻ. എന്നിട്ട് അള്ളാഹു 2 ആൾക്കാരും സമമല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് വിശ്വാസികൾ എന്തുകൊണ്ട് സമമല്ല, അവിശ്വാസികളും വിശ്വാസികളും എന്തുകൊണ്ട് സമമല്ല എന്ന കാരണം അള്ളാഹു വ്യക്തമാക്കുകയാണ്. അമ്മല്ലദീന ആമനു, അമ്മ എന്നാൽ, അല്ലദീന യാതൊരു കൂട്ടർ, ആമനു അവർ വിശ്വസിച്ചു, വഅമിലു അസ്സാലിഹാത്ത് സൽക്കർമ്മങ്ങൾ ചെയ്തു, ഫലഹും അവർക്കുണ്ട്, ജന്നാതുൽ മഅ്വാ ായിട്ടാണ് എന്തുള്ളത്, ഇതൊക്കെ അവർക്ക് അവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞു വെക്കാം. അപ്പൊ അത് അടുത്ത ആയത്തും ഈ ആയത്തും കുറച്ചും കൂടി വിശദീകരിക്കേണ്ട ആയത്തുകളാണ്. ഇൻഷാഅല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിലും സവിസ്തരം വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു ഈ റമദാനിലൂടെ നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഈ റമദാനിലൂടെ സ്വർഗ്ഗപ്രവേശനം ലഭിക്കുകയും നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യുന്ന അവന്റെ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب